ഹായ് അങ്ങനെ രാവിലെ തന്നെ മമ്മി എത്തിയിട്ടുണ്ട്. കൂടെ ചിറ്റയുണ്ട്, അനിയത്തിയുണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരത്തെ ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങളൊക്കെ കൊണ്ട് എഴുന്നേറ്റതേ ഉള്ളൂ. എഴുന്നേറ്റിട്ട് ഞാൻ പിരികം വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഋതുവിന്. കുഞ്ഞൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പം ആൾ ഉണർന്നു കഴിഞ്ഞാൽ ഇനി ഉറങ്ങുന്നത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാവിലെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അയാളെ നല്ലപോലെ ഒന്ന് ഒരുക്കണമല്ലോ. പൊന്നോ ഇയാളെ നോക്കുന്നേ, മമ്മീനെ നോക്കുക. മിണ്ടുന്നില്ലേക്കുള്ള പന്നല് പൊന്നിൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. ഇത് എല്ലാവരെയും കൂടെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. ആള് കണ്ണൂർ നോക്കിയപ്പം കുറേ പേര്, നമ്മൾ കിടന്നപ്പോൾ ഇത്രയും പേരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നായിരിക്കും ഋതുവിന്. അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ നോക്കി നോക്കി കുറേ നേരം ഇരുന്ന് കേട്ടോ. പിന്നെ ആൾക്ക് ഞാൻ പൊട്ട് വെച്ച് കൊടുത്തില്ല, പൊട്ട് വെക്കാൻ പറ്റിയില്ല. അതിന് മുന്നേ ആളങ്ങ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് കണ്ണെഴുതി കൊടുക്കാറില്ലേ എന്ന്. ഞാൻ അങ്ങനെ കണ്ണെഴുതി കൊടുക്കാറില്ല, ഇന്നേ വരെ അങ്ങനെ കണ്ണെഴുതിയിട്ടില്ല. ഫസ്റ്റ് ടൈം അങ്ങാണ്ട് ഞാൻ ഒരു വട്ടം ചെറുതായിട്ട് ഈ വാല് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലാതെ ഇട്ട് കൊടുത്തിട്ടേ ഇല്ല. പിരിവ് എഴുതത്തുമില്ല, പൊട്ടും അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. ഞാൻ വല്ലപ്പോഴും എനിക്ക് അവൾക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവുകയാണ് ചെയ്യുവാണെങ്കിൽ മാത്രമേ അവൾക്ക് ഇങ്ങനെ പിരിവൊക്കെ എഴുതി കൊടുക്കാറുള്ളൂ. കണ്ണ് ഇപ്പോഴും എഴുതാറില്ല കേട്ടോ. പിന്നെ ഇതാ വന്നപ്പോഴേ തൊട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തൊട്ടിലല്ലോ, ഊഞ്ഞാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഋതുട്ടന് വേണ്ടിയിട്ടേ. ഇത് ഋതുട്ടൻ്റെ അമ്മച്ചമ്മയുടെ ഗിഫ്റ്റാണ് കേട്ടോ. അതായത് അമ്മ കൊടുത്ത് വിട്ടയാണ്. ചിറ്റയൊക്കെ വന്നപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ മേടിച്ച് കൊടുത്ത് വിട്ടയാട്ടോ. ഇതിന് മുന്നേ അമ്മ വരുമ്പം കൊണ്ടുവരാമെന്നും പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവർ വന്നുകൊണ്ട് കൊടുത്ത് വിട്ടയാണ്. ഇതിനകത്ത് ഇനി ഋതു ഇരിക്കോ ഇല്ലയോ എന്ന് മാത്രം നമുക്കിനി നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നിട്ട് ഇതാ ഋതുവിന് ഫുഡ് എന്തെങ്കിലും കൊടുക്കണമല്ലോ. പെട്ടെന്ന് ഞാൻ കുറുക്കുണ്ടാക്കിയേ, ഏത്തക്കപ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാട്ടോ കുറുക്കുണ്ടാക്കിയേ. അവൾക്കത് ഇഷ്ടമാണ് കേട്ടോ, അവളത് കഴിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്യാറില്ല. കുറേ പേര് ചോദിക്കാറുണ്ട് ഷുഗർ ഒന്നും ആഡ് ചെയ്യില്ലേന്ന്. ഞാൻ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. ഇതുവരെയും ഷുഗർ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അവൾ കഴിക്കും. പിന്നെ റാഗി മാത്രമേ ഉള്ളൂ ആൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. അതിനകത്ത് ഞാൻ പഴം ഉടച്ച് ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് പഴത്തിൻ്റെ ഒരു മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടം, അത് കഴിച്ചോളും. അങ്ങനെ ഇതാ ഞങ്ങൾക്കുള്ള ഫുഡ് ഇന്ന് ബ്രെഡ് ഓംപ്ലേറ്റ് ആയിരുന്നേ. കുഞ്ഞനാണെങ്കിൽ ബ്രെഡ് മാത്രം മതി, മുട്ട വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേന്നൊക്കെ മുട്ട കഴിച്ചതുകൊണ്ട് ബ്രെഡ് ആൾക്ക് നെയ്ക്കകത്ത് ടോസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ബ്രെഡ് മുട്ടയും കൂടെ കഴിച്ചു. ഋതുവിനും കുറുക്ക അതിൻ്റെ ഒരു സൈഡിൽ കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നേ. ആളിങ്ങനെ ഇതാ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ചില സമയത്ത് അങ്ങനെയാണ്, തന്നെ കഴിക്കണം, പിടിച്ച് തന്നെ വായിലൊക്കെ വെച്ച് കഴിക്കും. അന്നേരം ഞങ്ങൾ വിട്ടുകൊടുക്കും. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. സമയം കൊണ്ട് ചിറ്റ പിന്നെ ഋതുവിനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ ഫോണാത്, എന്റെ ഫോണാത്, എന്റെ ഫോണാ, അച്ഛൻ്റെ അല്ല, അച്ഛൻ്റെ ഫോണല്ലത്. ചട്ടൻ്റെ ഒരു വഴക്കുണ്ടാകണം. അച്ഛൻ്റെ ഫോണല്ലത്, എന്റെ ഫോണാ. കൊടുക്കല്ലേ അറിയാലോ, ഇതിന് അറിയാനുള്ള കാര്യങ്ങളൊക്കെ വേണ്ട. കൊടുക്കല്ലേ, ഞാൻ കൊണ്ട് അച്ഛൻ്റെ ഫോണ് വേണ്ട. കാണിച്ചു എന്റെ പൊന്നുവെന്ന് കിട്ടിയോന്ന് കിട്ടിയോ? നമ്മുടെ ഫോണിന് വേണ്ടി ഈ കൊച്ചിനെ അറിയാൻ കൊച്ച് അച്ഛൻ്റെ ആണത്. പോവാ റെഡിയായി കൈ നീട്ടുമ്പോ പൊന്നെ ടാറ്റ ടാറ്റ ടാറ്റ. വെളിയിലോട്ടൊക്കെ ഇട്ടോ ടാറ്റ കൊടുക്കുന്നേ. ഋതുവിൻ്റെ ഓരോ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും ഞങ്ങൾ അത്ഭുതത്തോട് നോക്കി നിൽക്കാറുണ്ട്. അവൾക്കതൊക്കെ മനസ്സിലാവുന്നുണ്ടോ, നമ്മളെയൊക്കെ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളൊക്കെ മറ്റൊരാൾ എടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അല്ലേ എൻ്റെ അമ്മയുടെ അല്ലേ എന്നുള്ളൊരു തോന്നലൊക്കെ അവൾക്ക് ഉണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ വന്നേ. അങ്ങനെ എന്നെ പല്ലെടുക്കാൻ വേണ്ടി കയറ്റി. പല്ലെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പല്ലെടുക്കാനാ വന്നതെന്ന് തന്നെ അറിയുന്നത്.
ശരിക്കും പറഞ്ഞാൽ മൈ മിസ്റ്റേക്കായിരുന്നേ. ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കാം. അന്ന് ഇതിന് മുന്നേ വന്നിട്ട് പോയപ്പോഴത്തേക്ക് പല്ലെടുക്കണമെന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അവിടെ കീറി വിടണം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അണപ്പല്ലിൻ്റെ ഭാഗത്ത് അതിങ്ങനെ പൊട്ടി വരാനുള്ള സ്ഥലമില്ല, അതും ചരിഞ്ഞിരിക്കുകയാണ് എൻ്റെ പല്ല്. അപ്പോൾ അന്നേ അവിടുത്തെ ഫയലിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു പല്ല് എടുക്കണം എന്നുള്ള രീതിയിൽ. ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ പല്ലെടുത്തോ, എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എടുക്കുന്ന കാര്യം എന്നൊക്കെ. അന്നേരമാണ് എഴുതിയ കാര്യവും ആദ്യം പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് ബോധോദയം വന്നത് കേട്ടോ. അടിയുണ്ട് ഇവിടെയൊക്കെ മരവിച്ചിരിക്കോ? ഇവിടെ ഒന്നും എനിക്ക് അറിയാൻ വയ്യ. ഇവിടെ എന്തോ ഇത്രയും കട്ടിക്കിരിക്കുന്നു. നല്ല വേദന. ആ ഒരു പല്ലിന് വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയും പിന്നെ അത് പൊട്ടി വരാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തത്. അത് ഇനി ഇരിക്കുമ്പോൾ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ അതെന്തായാലും എടുത്തിട്ട് വന്ന് വേദനയായിരുന്നു. അങ്ങനെ വന്ന ഉടനെ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. മമ്മി എനിക്ക് വേണ്ടി അവിടെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനൊരു ടാബ്ലറ്റും കഴിച്ചിട്ട് ഋതുവിൻ്റെ പുറകെ ഓടുകയാണ്. ഒന്നാമത് എനിക്ക് വയ്യ, ഋതുവാണെങ്കിൽ ഒരു സ്ഥലത്തിരിക്കുന്നു. പാലുതരാൻ കൊടുക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് പോന്നു. മമ്മി വന്ന സമയത്തേക്ക് മമ്മിയുടെ അടുത്ത് പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം മമ്മിയുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. ഞങ്ങൾ വിളിച്ചിട്ടും വരുന്നില്ല, ആളിങ്ങനെ ചവിട്ടി കയറി ഇരിക്കുകയായിരുന്നേ. അങ്ങനെ പിന്നെ മമ്മിയുടെ കയ്യിൽ അവൾ ഇരുന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചിട്ട് വരുന്നതും ഇല്ല. അന്നേരം പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഋതുവിന് എനിക്ക് കഞ്ഞി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഋതുവിന് വേണ്ടിയിട്ട് മാറ്റിയിട്ട് അതിനകത്തോട്ട് ക്യാരറ്റും പിന്നെ മത്തങ്ങയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കുക്കറിനകത്തോട്ട് അടിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഋതുവിന് മമ്മി ഇച്ചിരി വെള്ളം കുടിക്കാൻ പോയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അവൾക്ക് കൊടുക്കാതെ മമ്മി ആദ്യം കുറച്ച് കുടിച്ചതിൻ്റെ പേരിലാണ് അവളത് കുടിക്കാതെ ഇരുന്നിട്ട് ഇങ്ങനെ എത്ര കൊടുത്തിട്ടും പിന്നെ കുടിക്കത്തില്ല കേട്ടോ. ആൾക്ക് ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ. ആദ്യം അവൾക്ക് കൊടുക്കാതെ നമ്മൾ കുടിക്കുകയൊക്കെ ആണെങ്കിൽ. അങ്ങനെ ഋതുവിൻ്റെ ഫുഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ആ മാഷ് ചെയ്യുന്ന സാധനം സൂപ്പറാണ് കേട്ടോ. പെട്ടെന്ന് നമുക്കത് ഉടച്ചെടുക്കാൻ പറ്റും. പിന്നെ ഋതുവിന് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവൾക്ക് കയ്യിലെടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലും കൂടെ എന്തെങ്കിലും ആക്കി എടുക്കാറുണ്ട്. ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ടത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അവൾക്ക് എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവളെ ഞാൻ തന്നെ കഴിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിട്ട്. ഒരു കാര്യം, അവർ തന്നെ കഴിച്ച് പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് അഴുക്കാക്കും കേട്ടോ. അതായത് അവിടെ എല്ലാം ഫുഡൊക്കെ എടുത്ത് എറിയുകയും ചീത്തയാക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ക്ലീനിങ് കുറച്ച് പാടൊക്കെ ആയിരിക്കും, എന്നാൽ കൂടി അവർ സ്വന്തമായിട്ട് കഴിച്ച് പഠിക്കുമ്പോൾ അത് അവർക്ക് തന്നെ ഉപകാരപ്പെടും കേട്ടോ. അതേപോലെ അവൾക്ക് സ്വന്തമായിട്ട് അവളുടെ കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അത് അവൾ പെൺകുട്ടിയാണ്, മറ്റൊരു വീട്ടിൽ പോകണം എന്നുള്ളൊരു ചിന്താഗതിയിലൊന്നും അല്ല കേട്ടോ. ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്ത് പഠിപ്പിച്ചാനേ. അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർ ചെയ്ത് പഠിക്കണം. അതേപോലെ തന്നെ അവർക്കിപ്പോൾ ജോലിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പുറത്ത് പോയി നിൽക്കുമ്പോഴും അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. അതിന് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ കുഞ്ഞിന് എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിയിലയും ഉള്ളിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സവോളയ്ക്ക് 9 രൂപയ്ക്കാട്ടോ 1 കിലോ സവോള കിട്ടിയത്. ചില സമയത്ത് നമുക്ക് അങ്ങനെ ഓഫറിനൊക്കെ കിട്ടാറുണ്ട്. പിന്നെ മമ്മി ഇവിടെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഫുൾ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണേ. കടൽ ചരിക്കുമ്പോഴേ അങ്ങോട്ട് വരുന്നുള്ളൂ. വേദന എങ്ങനെയുണ്ട്? നല്ല വേദന ആയി തുടങ്ങിയില്ല, മരവിപ്പ് ഉള്ളതുകൊണ്ട്. ടാബ്ലറ്റ് കഴിച്ചല്ലോ, മരവിപ്പ് മാറി. ഇപ്പം വേദന കൂടുന്നു. ഒരു ഉമ്മ എങ്ങനെയാ കൊടുക്കുന്നത്? ഇങ്ങനെ ചക്കര ഉമ്മ കൊടുക്കും. ചക്കര നല്ല ചക്കര മോട്ടറി അവളെ നോക്കുക. ഉമ്മ ഞാൻ പോവുക. ഉളുപ്പിട്ട് പുതിയ
നമുക്ക് അറിയാൻ പൈസ ഉള്ളത് വെള്ളം എടുത്ത് വെച്ചില്ലേ ഇതില് വെള്ളം വേണമെന്നില്ല പൊന്നാനെ അടുത്ത് പോയിട്ട് വരാം കേട്ടോ മക്കളെ കാണാനായിട്ടാ ഓടി വന്നത് ഓന്ന് മക്കളെ കാണാനാ വന്നത് പൈസ ഇപ്പൊ നമുക്ക് എവിടെ ആരും കൊടുത്താലും കയറി പിടിക്കല്ലോ ആദ്യമായിട്ട് കിട്ടിയാ കൊടുത്തു അതുകൊണ്ട് നിറയെ കേട്ട് വെച്ചു അപ്പോ ഉമ്മ ഉമ്മ മക്കളല്ലേ ഉമ്മ ബൈ ചിറ്റിക്ക് അനീതിക്ക് നോയമ്പായിരുന്നേ, അതുകൊണ്ട് അവർ നോയമ്പ് തുറക്കണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊന്നും ഇവിടുന്ന് കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ, ഈ വർഷം നോയമ്പ് പിടിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് ഉള്ളതുകൊണ്ട് എന്തായാലും പറ്റത്തില്ല. അവൾക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ ഞാനും ഇടയ്ക്ക് ചില വർഷങ്ങളിൽ പിടിക്കാറുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും സംഗിയും ശാലിയും കൂടെ ഒരുമിച്ച് പിടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പിന്നെ ചിറ്റയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇത് നല്ല ഉറക്കമാണ്. ആ ഒരു സമയം കൊണ്ട് ഐസ്ക്രീം ഫുള്ള് ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നേ, കുഞ്ഞിനും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിതാ എഴുന്നേറ്റ് ഇരിപ്പുണ്ട്. പിന്നെ ഇതാ ഋതുവിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂട്ടി ഇന്ന് കളിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത്രയും